ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐക്കോണിക് മെൻറ്റർ. അപ്പോൾ നമ്മൾ 2025 UPSC പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യ ദിവസം നമ്മൾ പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആയിരിക്കും ടേക്കപ്പ് ചെയ്യുക. അപ്പോൾ പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, പോളിറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടായിരിക്കും. ദെൻ വി മേ കവർ പ്രിയാമ്പിൾ, പിന്നെ യൂണിയൻ ആൻഡ് ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഈ ഒരു ഓർഡറിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കറണ്ട് അഫെയർ ചെയ്യുമ്പോഴും ഈ പറയുന്ന ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. ഇത് ലോജിക്കലി പഠിക്കാൻ നിങ്ങളെ ഒത്തിരിയധികം സഹായിക്കും. ഈ ക്ലാസ്സസ് ഇത് UPSCക്ക് മാത്രമല്ല, നിങ്ങളുടെ വരുന്ന KS എക്സാമിനും റെലവൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് പോളിറ്റി റിലേറ്റഡ് കറണ്ട് അഫെയർസ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഇറ്റ് ഇസ് യുവർ പ്രിയാമ്പിൾ. അപ്പോൾ പ്രിയാമ്പിൾ എന്തുകൊണ്ട് നമ്മുടെ കറണ്ട് അഫെയറിൽ വന്നു? രണ്ട് റീസൺ ആണ് ഇതിനകത്തുള്ളത്. ഒന്ന്, ഹോം മിനിസ്റ്ററായ അമിത് ഷായുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഹി ടോൾഡ് ദാറ്റ് സെക്യുലറിസം ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്യൂസ്ഡ് ടേം. അപ്പോൾ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ടേമുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടേം സെക്യുലറിസം ആണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, രണ്ടാമത് നമ്മുടെ കോടതിയിലൊരു കേസ് വന്നു, ഡോക്ടർ ബൽറാം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചിലർ പെറ്റീഷണേഴ്സ് ആയിട്ടുണ്ട്. സുബ്രഹ്മണ്യം സ്വാമി, അശ്വനി ഉപാധ്യായ്, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് ഹർജിക്കാരായിട്ട് ഉണ്ടായിരുന്നത്. ഇവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ് എന്നുള്ള പദവും സെക്യുലറിസ്റ്റ് ഉള്ള പദവും വരാൻ പാടില്ലായിരുന്നു. ആൻഡ് ദേ വാണ്ടഡ് ടു അവോയ്ഡ് ദ ടേംസ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ഫ്രം പ്രിയാമ്പിൾ. ഈ രണ്ട് വാക്കുകളും അല്ലെങ്കിൽ ടേംസ് പ്രിയാമ്പിളിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഓക്കെ, കോടതി ഇത് നിരസിക്കുകയാണ് ഉണ്ടായത്. കോടതി പറഞ്ഞു സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്കും സെക്യുലർ എന്നുള്ള വാക്കും പ്രിയാമ്പിളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല, അത് അവിടെ തന്നെ കാണുമെന്ന് കോടതി വിധിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പഠിക്കണമെങ്കിൽ ചെറിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒറിജിനൽ പ്രിയാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഒറിജിനൽ പ്രിയാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അമെൻമെൻറ്റുകളൊക്കെ നടക്കുന്നതിന് മുമ്പുള്ള പ്രിയാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റിനെ എങ്ങനെയാണ് പ്രിയാമ്പിൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കണം. ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്താണെന്നാണ് പ്രിയാമ്പിൾ പറയുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റ് ഇസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിപ്പബ്ലിക് നിങ്ങൾക്ക് അറിയാം, എനി സ്റ്റേറ്റ് വിത്ത് എലക്റ്റഡ് ഹെഡ്. എലക്റ്റഡ് ഹെഡുള്ള സ്റ്റേറ്റിനെ നമ്മൾ റിപ്പബ്ലിക് എന്ന് വിളിക്കും. ഈ എലക്റ്റഡ് ഹെഡ് ഡയറക്റ്റ്ലി എലക്റ്റഡ് ആവാം, ഇൻഡയറക്റ്റ്ലി എലക്റ്റഡും ആവാം. അപ്പോൾ ഇന്ത്യയുടെ കേസിൽ വി ഹാവ് എ ഹെഡ് ഹൂസ് ഇൻഡയറക്റ്റ്ലി എലക്റ്റഡ്, ഇന്ത്യൻ പ്രസിഡന്റ്. ഒന്ന് ഓർത്തിരിക്കുക, പ്രിലിംസിന് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇതാണ്. പക്ഷേ പിന്നീട് നടക്കുന്ന ഒരു കാര്യമാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടിൽ എന്താ സംഭവിക്കുന്നത്? 3 വാക്കുകൂടെ ആഡ് ചെയ്യപ്പെടുകയാണ്: സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഈ 3 വാക്കുകൾ പ്രിയാമ്പിളിൽ പിന്നീട് ചേർക്കപ്പെട്ടവയാണ്. ഇത് പ്രിലിംസിന് നിങ്ങൾക്ക് ഓർമ്മ വേണം. 42nd അമെൻമെൻറ്റിലൂടെയാണ് ഈ പറയുന്ന 3 വാക്കുകളും പ്രിയാമ്പിളിൽ ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള പ്രിയാമ്പിളിൽ ഇതില്ല. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ പെറ്റീഷണേഴ്സ് ഈ 2 പദങ്ങളെ ചാലഞ്ച് ചെയ്യുന്നത്? സോഷ്യലിസ്റ്റ് എന്ന പദത്തെയും സെക്യുലർ എന്നുള്ള പദത്തെയും ചാലഞ്ച് ചെയ്യുന്നത്. ഇവർ പറയുന്നത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സിന് പ്രിയാമ്പിളിൽ ഈ വാക്കുകൾ ആഡ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഡീഷൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ ഈ അമെൻമെൻറ്റ് നടക്കുന്നത് എമർജൻസി പീരീഡിലാണ്. ഇപ്പോൾ 1976 ഒക്കെ നിങ്ങൾക്ക് അറിയാം, എമർജൻസി പീരീഡിലാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇതിന് വ്യക്തമായിട്ടൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അജണ്ടയുണ്ട് ഈ വാക്കുകൾ ആഡ് ചെയ്തത്. ഇത് രണ്ടുമാണ് ഇവരുടെ അലിഗേഷൻസ്. എന്തായാലും കോടതി ഇവരുടെ അലിഗേഷൻസ് മുഖവിലേക്ക് എടുത്തില്ല. കോടതി പറഞ്ഞു സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കും സെക്യുലർ എന്നുള്ള വാക്കും നമുക്ക് മാറ്റാൻ കഴിയില്ല. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. കോടതി സെക്യുലറിസത്തെ പറ്റി എന്താ പറഞ്ഞത്? കോർട്ട് സെയ്ഡ് ദാറ്റ് സെക്യുലറിസം ഈസ് ആൻ ഇൻഡെലിബിൾ ആൻഡ് കോർ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, പ്രിലിംസിൽ വരാം. കോടതി പറഞ്ഞു സെക്യുലറിസം ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കേശവാനന്ദ ഭാരതി കേസിലാണ് കോടതി ആദ്യം കൊണ്ടുവന്നത്. ഒരു കാര്യമാണ് നിങ്ങൾ അറിയണം, ഈ സെക്യുലറിസം ബേസിക് സ്ട്രക്ചർ ആണെന്ന് ആദ്യമായിട്ടല്ല കോടതി പറയുന്നത്. ഇതിന് മുമ്പും 2 തവണ കോടതി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പല തവണ കോടതി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്യൂച്ചർ സ്ലൈഡ്സ് നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഇനി കോടതി ഇന്ത്യൻ സെക്യുലറിസത്തെ പറ്റി എന്താ പറഞ്ഞത്? ഇന്ത്യൻ സെക്യുലറിസം, ദ സ്റ്റേറ്റ് നൈദർ സപ്പോർട്ട്സ് എനി റിലീജിയൻ നോർ പീനലൈസസ് ദ പ്രൊഫഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് എനി ഫെയ്ത്ത്. ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റേറ്റ് ഒരു മതത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതുമില്ല, ഒരു മതത്തെയും നമ്മൾ ഉപദ്രവിക്കുന്നതുമില്ല. അപ്പം നമ്മളൊരു തിയോക്രസി അല്ല, ഒരു മതരാജ്യമല്ല.
അതുപോലെ നമ്മൾ ഏതെങ്കിലും മതത്തെ സ്പെസിഫിക് ആയിട്ട് ദ്രോഹിക്കുന്നതുമില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനിൽ അഹമ്മദികളെ അവർ മോസ്കിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ ഉണ്ട്. ഇന്ത്യയുടെ മോഡലല്ല. നമ്മുടെ മോഡൽ വെസ്റ്റേൺ സെക്യുലറിസത്തിൻ്റെ മോഡലും അല്ല. വി ആർ ഹാവിങ് എ യുണീക്ക് മോഡൽ. അതായത് നമ്മളൊരു തിയോക്രസി അല്ല, നമ്മൾ എല്ലാ മതങ്ങളോടെയും വി ആർ കീപ്പിംഗ് പ്രിൻസിപ്പിൾഡ് ഇക്വി ഡിസ്റ്റൻസ്, ഒരേ ദൂരം എല്ലാ മതങ്ങളോടും നമ്മൾ പാലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണെങ്കിൽ ഒത്തിരി കൂടെ ഞാൻ പോയേനെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, വി ഹാവ് എ യുണീക്ക് മോഡൽ ഓഫ് സെക്യുലറിസം. ഇപ്പോൾ ഈ പദങ്ങളും ഈ ഒരു യൂസേജസും ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, കാണാതെ പഠിക്കേണ്ട, ഒട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ UPSC ഷൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്, കുറച്ച് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് തരും, എന്നിട്ട് ആർട്ടിക്കിൾസിൽ നിന്ന് ഏതൊക്കെ ആർട്ടിക്കിളാണ് സെക്യുലറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇങ്ങനൊരു ചോദ്യം UPSC ചോദിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ, എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. ഓക്കെ, എവരി വൺ ഇസ് ഈക്വൽ ബിഫോർ ദ ലോ, നിങ്ങൾ ഏത് മതത്തിൻ്റെ ആളായിക്കോട്ടെ. ആർട്ടിക്കിൾ 15-16 നോൺ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, ഒരു മതത്തിൻ്റെ പേരിലും നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല. ആർട്ടിക്കിൾ 27 and 28 പ്രൊട്ടക്ഷൻ ഫ്രം റിലീജിയസ് ടാക്സസ്, മതപരമായ ഒരു ടാക്സും ഗവൺമെൻറ്റിന് കളക്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ സ്റ്റേറ്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റേറ്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു റിലീജിയൻ്റെയും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പാടില്ല. പിന്നെ ആർട്ടിക്കിൾ 29 and 30 റൈറ്റ്സ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ്, ദേ ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ഇന്ത്യ. ഇനി ആർട്ടിക്കിൾ 325 എന്താണ്? ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് വിത്തൗട്ട് സെക്ഷണൽ പ്രിഫറൻസസ്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, നിങ്ങൾ 18 വയസ്സിന് ശേഷമുള്ള ആളാണെങ്കിൽ, 18 വയസ്സിന് മുകളിൽ നിങ്ങൾക്ക് പ്രായമുണ്ടെങ്കിൽ, നിങ്ങൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ യു ക്യാൻ വോട്ട് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇതെല്ലാം സെക്യുലറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 കേസ്. ഈ കേസിൽ ആദ്യമായിട്ട് കോടതി പറഞ്ഞു സെക്യുലറിസം ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. പിന്നീട് കുറച്ച് കൺഫ്യൂഷൻ വരുന്നു. അതിനുശേഷം പിന്നെ SR ബൊമ്മായി കേസ് 93, 94 വിധി വരുന്നത്. ഈ കേസിൽ കോടതി പിന്നെയും ക്ലിയർ ആയിട്ട് വ്യക്തമാക്കി സെക്യുലറിസം എന്താണ്? ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആദ്യമായിട്ടല്ല കോടതി പറയുന്നത് സെക്യുലറിസം ബേസിക് സ്ട്രക്ചർ ആണെന്ന്, ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സോഷ്യലിസത്തെ പറ്റി കോടതി എന്താ പറയുന്നത്? സോഷ്യലിസം റെഫേഴ്സ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വെയറിൻ ദ സ്റ്റേറ്റ് എൻഷുവേഴ്സ് ദാറ്റ് നോ സിറ്റിസൺ ഇസ് ഡിസഡ്വാൻറ്റേജ് ഡ്യൂ ടു ഇക്കണോമിക് ഓർ സോഷ്യൽ സർക്കംസ്റ്റാൻസസ്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ സോഷ്യലിസം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല. ഇന്ത്യൻ സോഷ്യലിസം ഇസ് നോട്ട് ഈക്വൽ ടു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം. രണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിൽ സ്റ്റേറ്റിന് വളരെയധികം പവർ കാണും, ഓവറായിട്ട് അത് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യും. ഇൻഡസ്ട്രീസും മോഡ്സ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യും. അവിടെ ഫ്രീഡത്തിൻ്റെ എലിമെൻറ്റ് പലപ്പോഴും കുറവാണ്. ഇന്ത്യൻ മോഡൽ അതല്ല, നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് മോഡലാണ്. സ്റ്റേറ്റ് ഇടപെടുന്നത് വെൽഫെയർ നടത്താൻ വേണ്ടി മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ എക്കണോമിക് മോഡൽ എന്താണ് സ്റ്റുഡൻസ്? മിക്സഡ് എക്കോണമിയാണ്. ഇവിടെ പ്രൈവറ്റ് സെക്ടറിനും റോളുണ്ട്. സ്റ്റേറ്റ് ഒരു റെഗുലേറ്റർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എല്ലാം ഒന്ന് ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ സ്റ്റേറ്റിൻ്റെ ഒരു റോള്. ഓക്കെ, പിന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലേക്ക് പോകാം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും UPSC ചോദിക്കാറുണ്ട്. പ്രൊഫസർ KT ഷാ ഇദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ത്യൻ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ് സെക്യുലർ ആണ്, ഫെഡറൽ ആണ്, സോഷ്യലിസ്റ്റ് ആണെന്ന് പറയണം. ആർട്ടിക്കിൾ 1 തന്നെ ഇത് പറയണമെന്നാണ് KT ഷാ പറഞ്ഞത്. പക്ഷേ ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് എന്ത് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്തില്ല. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്യുലർ എന്നുള്ള വാക്കും ഒറിജിനൽ പ്രിയാമ്പിളിലില്ല, ആർട്ടിക്കിൾ 1 ഇല്ല, സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കും ഇല്ല. ഓക്കെ, ഫെഡറൽ എന്നുള്ള വാക്കും നമ്മുടെ ഭരണഘടനയിലില്ല. ഓക്കെ, നമ്മുടെ ഭരണഘടന നോക്കിയാൽ ഇന്ത്യ ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇന്ത്യ ഫെഡറൽ ആണോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. കാരണം ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ നേച്ചർ നിങ്ങൾ നോക്കിയാൽ ഫെഡറൽ ആണ്, പക്ഷേ അത് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല. കോടതി പല കേസുകളിലും പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ഇന്ത്യൻ സ്റ്റേറ്റ് ഇസ് എ ഫെഡറേഷൻ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് വളരെ ക്യൂരിയോസിറ്റി തോന്നാവുന്ന ഒരു കാര്യമുണ്ട്. ഈ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് പ്രിയാമ്പിളിൽ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞത് അംബേദ്കർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? അംബേദ്കർ ഇത് പറയാൻ കാരണം ഇദ്ദേഹം പറഞ്ഞു, ഓൾറെഡി നമുക്കൊരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ട്, അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഡയറക്റ്റ്ലി എഴുതേണ്ട ആവശ്യമില്ല. DPSP എന്താണ് കാണിക്കുന്നത്? സോഷ്യലിസ്റ്റ് ലീനിങ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ്. അപ്പോൾ പ്രത്യേകിച്ച് അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടതെന്നാണ് അംബേദ്കർ പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങൾക്ക്
വേറെ ചില കാരണങ്ങളും ഉണ്ടാവാം സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ആ സമയത്ത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞ് കോൾഡ് വാർ നടക്കുകയാണ്. കോൾഡ് വാർ. അപ്പോൾ ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് നമ്മൾ നമ്മുടെ പ്രിയാമ്പിളിൽ ഇന്ത്യ സോഷ്യലിസ്റ്റ് ആണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിൻ്റെ ഭാഗമാണെന്ന് എല്ലാവരും ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. നമുക്ക് ക്യാപിറ്റലിസ്റ്റുകളെ പിണക്കാനും പറ്റില്ല. അമേരിക്കയെ പോലുള്ള പവറിനെയോ അല്ലെങ്കിൽ ബ്രിട്ടനെയോ ഒന്നും അന്ന് പിണക്കാനും കഴിയില്ല. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ബ്ലോക്കിൻ്റെയും ഭാഗമാകാൻ താല്പര്യമില്ല. നമ്മുടെ പിന്നീട് വന്ന പോളിസി നോൺ അലൈൻമെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് എഴുതിയിരുന്നില്ല. കാരണം അന്ന് സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ്. ഓക്കെ, അതുകൊണ്ട് ഇന്ത്യ അത് ഒഴിവാക്കി. വേറൊരു റീസൺ എന്താ, ഒരു ഗവൺമെൻറ്റിനെയും ഒരു പർട്ടിക്കുലർ ഐഡിയോളജിയായിട്ട് ബന്ധിപ്പിക്കാൻ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് താല്പര്യപ്പെട്ടിരുന്നില്ല. നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് ഫ്യൂച്ചർ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ ഏത് ഐഡിയോളജി എടുക്കണമെന്നുള്ളത്, ക്യാപിറ്റലിസ്റ്റ് വേണോ മിക്സഡ് വേണോ ഏത് വേണോ എന്നുള്ളത്. അപ്പോൾ ഒരു സ്പെസിഫിക് ഐഡിയോളജിയുമായിട്ട് ഫ്യൂച്ചർ ഗവൺമെൻറ്റ്സിനെ ബന്ധിപ്പിച്ച് വെക്കാൻ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് ആഗ്രഹിച്ചിട്ടില്ല. ഈ പല റീസണും കാണും സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് നമ്മുടെ ഒറിജിനൽ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യാത്തതിന്. ഓക്കെ, ഇനി കോടതി എന്തു പറഞ്ഞു സോഷ്യലിസത്തെ പറ്റി? ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, UPSC പ്രിലിംസിൽ ചോദ്യം വരാം. നക്കാര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ കോടതി പറഞ്ഞത് ഇന്ത്യൻ സോഷ്യലിസം ഇസ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിസം. ഇങ്ങനെ കോടതി പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ സോഷ്യലിസം എന്താണ്? ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് സോഷ്യലിസം. അതുപോലെ കോടതി പറഞ്ഞു ഇറ്റ് ഈസ് മോർ ടിൽറ്റഡ് ടുവേർഡ്സ് ഗാന്ധിസം. അപ്പം മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും ഒരു ബ്ലെൻഡാണ് ഇന്ത്യൻ സോഷ്യലിസം. കൂടുതൽ ചായ്വ് എങ്ങോട്ടാണ്? ഗാന്ധിസത്തിൻ്റെ സൈഡിലേക്കാണെന്ന് കോടതി പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക, നക്കാര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇനി അതിനേക്കാട്ടി ഇമ്പോർട്ടൻ്റ് ഒരു കേസാണ് GB പന്ത് യൂണിവേഴ്സിറ്റി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് 2000. അല്ലെങ്കിൽ GB പന്ത് എന്ന് പറഞ്ഞാൽ ഗോവിന്ദ് വല്ലഭ് പന്താണ്. അദ്ദേഹത്തെയും കുറിച്ചും നമ്മൾ പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ, ഈ കേസിൽ കോടതി എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ സോഷ്യലിസം ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണെന്ന് കോടതി പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ഇതാണ്, ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഇന്ത്യൻ സോഷ്യലിസം ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്താണ് സ്റ്റുഡൻസ്? വി ആർ പ്ലാനിങ് ടു എൻഡ് പോവർട്ടി അവസാനിപ്പിക്കണം. ഇഗ്നോറൻസ് അറിവില്ലായ്മ അവസാനിപ്പിക്കണം. നമുക്ക് ഡിസീസ് അവസാനിപ്പിക്കണം. നമുക്ക് ഇനിക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അവസാനിപ്പിക്കണം. ഇതാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെ ഉദ്ദേശം. വി ആർ എയിമിങ് അറ്റ് എ വെൽഫെയർ സ്റ്റേറ്റ്. ഇപ്പോൾ ഇന്ത്യൻ സോഷ്യലിസം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് അല്ല. പലരും ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, കോടതിയുടെ വ്യാഖ്യാനങ്ങൾ, ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് കമ്മ്യൂണിസം, മാർക്സിസം ആൻഡ് ഗാന്ധിസം. അതിനകത്ത് തന്നെ ഗാന്ധിസത്തിലേക്കാണ് കൂടുതൽ ടിൽറ്റ്. പിന്നെ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ എങ്ങനെ ചോദിച്ചാലും കറക്റ്റ് ഓപ്ഷനാണ്. ഇനി ചില ബുക്കുകളിൽ ഇന്ത്യൻ സോഷ്യലിസം ഫേബിയൻ സോഷ്യലിസം ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയും ചില ബുക്കുകളിലുണ്ട്. പക്ഷേ ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യാഖ്യാനങ്ങൾ, ഇന്ത്യൻ സോഷ്യലിസം ഇസ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിസം, ഹെവിലി ലീനിങ് ടുവേർഡ്സ് ഗാന്ധിസം, പിന്നെ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഡെമോക്രാറ്റിക് സോഷ്യലിസം പഠിച്ചു വയ്ക്കുക. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല, വി ആർ ഹാവിങ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ചോദ്യങ്ങളും UPSC ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ അത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ കോടതി പറഞ്ഞു പാർലമെൻറ്റിന് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാം. ഒറിജിനൽ പ്രിയാമ്പിൾ വന്നു, അതിൻ്റെ ഡേറ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഒന്നും നോക്കണ്ട. കാരണം പ്രിയാമ്പിളെ നമുക്ക് ഫ്യൂച്ചറിൽ അമെൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ, ക്ലിയർ? ഇനി ചില ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം റിലേറ്റഡ് ടു പ്രിയാമ്പിൾ. എല്ലാ ഭരണഘടനയ്ക്കും പ്രിയാമ്പിൾ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നോ. പ്രിയാമ്പിൾ ഇല്ലാത്ത ഭരണഘടനകളും ഉണ്ട്. കോൺസെപ്റ്റുവൽ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ഇനി കോൺസ്റ്റിറ്റ്യൂഷനുകൾക്ക് മാത്രമാണോ പ്രിയാമ്പിൾ ഉള്ളതെന്ന് ചോദിച്ചാൽ അതും തെറ്റാണ്. ചില സാധാരണ ആക്റ്റുകൾക്കും ആമുഖം കാണാം, പ്രിയാമ്പിൾ കാണാം. ഓക്കെ, ഇനി പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ യെസ് എന്നുള്ളത് നിങ്ങൾ ആദ്യം അങ്ങ് പഠിക്കുക. ഞാൻ കേസുകൾ പഠിപ്പിച്ചു തരും, പക്ഷേ ആദ്യം നിങ്ങളത് അറിഞ്ഞിരിക്കുക. പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ്. കേസുകൾ നമുക്ക് നോക്കാം. ബറൂബറി യൂണിയൻ കേസിൽ കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമല്ല. കേശവാനന്ദ ഭാരതി കേസിൽ കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ്. SR ബൊമ്മായി കേസിലും LIC ഇന്ത്യ കേസിലും, രണ്ട് കേസിലും കോടതി എന്താ പറഞ്ഞത്? പ്രിയാമ്പിൾ ഇസ് ഇൻ്റഗ്രൽ പാർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമുക്ക് സമ്മറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? കേസുകൾ അറിഞ്ഞിരുന്നാൽ കൊള്ളാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത് പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ആദ്യം തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കണം. ഇനി അടുത്തത്,
ക്യാൻ പ്രിയാമ്പിൾ ബി യൂസ്ഡ് ആസ് ആൻ എയ്ഡ് ഓർ ടെക്സ്റ്റ് ടു ഇൻ്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പ്രിയാമ്പിളിനെ ഉപയോഗിക്കാമോ? ഭരണഘടനയെ മനസ്സിലാക്കിയെടുക്കാൻ പ്രിയാമ്പിളിനെ ഉപയോഗിക്കാമോ? ഇതിനെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. യെസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇനി കേസുകളിൽ ഇതെങ്ങനെ മുമ്പോട്ട് പോയെന്നുള്ളത് നമുക്ക് നോക്കാം. AK ഗോപാലൻ കേസിൽ കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ബെറുബാറി കേസിൽ കോടതി പറഞ്ഞു യെസ്, നമുക്ക് പ്രിയാമ്പിൾ ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ കോടതി ഇവിടെ ഒരു കാര്യത്തോടെ പറഞ്ഞു, എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പ്രിയാമ്പിൾ ഉപയോഗിക്കേണ്ടിയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ അല്ലാത്ത ആംബിഗ്വസ് ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ തന്നെ രണ്ട് മീനിങ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, രണ്ട് മീനിങ് ഉരുത്തിരിഞ്ഞു വരുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് കോടതി പറഞ്ഞു. എല്ലാ സാഹചര്യത്തിലും പ്രിയാമ്പിൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെന്ന് കോടതി പറഞ്ഞു. ഉപയോഗിക്കാം, പക്ഷേ ചില സാഹചര്യങ്ങളിൽ മാത്രം. കേശവാനന്ദ ഭാരതി കേസിൽ കോടതി പറഞ്ഞു ഏത് സാഹചര്യം ആയിക്കോട്ടെ നിങ്ങൾക്ക് പ്രിയാമ്പിൾ ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പം നമുക്ക് സമ്മറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? പ്രിയാമ്പിളിനെ നമുക്ക് ഏത് സാഹചര്യത്തിലും കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി ബെറുബാറി കേസിൽ കോടതി പറഞ്ഞ രണ്ട് പ്രയോഗങ്ങളുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. പ്രിയാമ്പിൾ ഈസ് ലൈക്ക് എ കീ വിച്ച് അൺലോക്സ് ദ മൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ്. ഒന്നുകൂടെ പറയാം, പ്രിയാമ്പിൾ ഈസ് ലൈക്ക് എ കീ വിച്ച് അൺലോക്സ് ദ മൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സിൻ്റെ ചിന്താഗതിയെ മനസ്സിലാക്കാൻ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? പ്രിയാമ്പിളിന് ഉപയോഗിക്കാമെന്ന് ബെറുബാറി കേസിലും പറഞ്ഞു. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു സാരം പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്താ? പ്രിയാമ്പിളിനെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതാണ് നമ്മുടെ മേജർ. കേസിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാമെങ്കിൽ മാത്രം ഓർത്ത് വയ്ക്കുക. ഇനി പ്രിയാമ്പിൾ അമെൻഡബിൾ ആണോ? ഇതിൻ്റെ ആൻസർ ഞാൻ ആദ്യം തന്നെ പറയാം. പ്രിയാമ്പിൾ അമെൻഡബിൾ ആണ്. ബെറുബാറി കേസിൽ കോടതി പറഞ്ഞു പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ കേശവാനന്ദ ഭാരതിയിൽ ഇത് ഓവർ റൂൾ ചെയ്ത് കോടതി പറഞ്ഞു യെസ്, പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡ്. ഇതിൻ്റെ ലോജിക്ക് കൂടെ അന്ന് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഈ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ കോടതി സമ്മതിച്ചത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസ്, ഇറ്റ് ഈസ് എ ലിവിങ് ഡോക്യുമെൻറ്റ്. നമ്മുടെ ഭരണഘടന ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ്. ഇതൊരു ഓർഗാനിക് ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ലിവിങ് ട്രീ ഡോക്ട്രിൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഞാൻ മെയിൻസ് പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്. അതായത് ഭരണഘടന കാലത്തിൻ്റെ ചേഞ്ചസ് അനുസരിച്ച് അമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാലത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ഭരണഘടനയിലും വ്യത്യാസം വരും. ഓക്കെ, ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല നമ്മുടെ. ഓക്കെ, അപ്പം നമ്മുടെ ഭരണഘടന മാറുമ്പോൾ ആ മാറ്റങ്ങൾ പ്രിയാമ്പിളിലും റിഫ്ലക്റ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ പ്രിയാമ്പിൾ ഒരു തരത്തിലിരിക്കുന്നു, ഭരണഘടന വേറെ തരത്തിലിരിക്കുന്നു. ഇത് പറ്റില്ലല്ലോ. കാരണം പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഇൻട്രൊഡക്ഷൻ അല്ലേ, ആമുഖമല്ലേ. അപ്പോൾ രണ്ടും തമ്മിലൊരു മാച്ച് വേണ്ടേ? ഇതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾ പ്രിയാമ്പിളിനും റിഫ്ലക്റ്റ് ചെയ്യണം. സോ പ്രിയാമ്പിൾ ഷുഡ് ബി അമെൻഡബിൾ. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രിയാമ്പിൾ ഭരണഘടനയുടെ പാർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഭരണഘടന ഇൻ്റർപ്രറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. പ്രിയാമ്പിൾ അമെൻഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ യെസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയ, ഈസ് പ്രിയാമ്പിൾ എ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയാമ്പിൾ ഭരണഘടനയുടെ പ്രൊവിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇത് ഒരു ട്രാപ്പാണ്. പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ്, ഇത് കറക്റ്റാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ പ്രൊവിഷൻ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾ 1, 2, 3, 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇതൊക്കെ ആർട്ടിക്കിളുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊവിഷൻസ്. അല്ലാതെ പ്രിയാമ്പിൾ പ്രൊവിഷൻ അല്ല, ഓർത്തിരിക്കുക. പ്രിയാമ്പിൾ പാർട്ടാണ്, പ്രൊവിഷൻ അല്ല, ഓർത്തിരിക്കുക. ഇനി ഈസ് പ്രിയാമ്പിൾ എ സോഴ്സ് ഓഫ് എനി റൈറ്റ്? ഈസ് ഇറ്റ് എൻഫോഴ്സബിൾ ഓർ ജസ്റ്റിസബിൾ ഇൻ കോർട്ട്? പ്രിയാമ്പിൾ ഒരു റൈറ്റിൻ്റെയും സോഴ്സ് അല്ല. കാരണം റൈറ്റ്സിൻ്റെ സോഴ്സ് ആർട്ടിക്കിൾസ് ആണെങ്കിൽ പ്രൊവിഷൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രിയാമ്പിൾ ജസ്റ്റിസബിൾ ആണോ? ജസ്റ്റിസബിൾ അല്ല. എൻ്റെ പ്രിയാമ്പിൾ ഹനിക്കപ്പെട്ടെ എന്ന് പറഞ്ഞ് ആർക്കും കോടതിയെ സമീപിക്കാൻ പറ്റില്ല. പ്രിയാമ്പിൾ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അതിന് നിങ്ങളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റുന്നത്. പ്രൊവിഷൻസ് വെച്ചിട്ടാണ് കോടതിയെ സമീപിക്കാൻ പറ്റുന്നത്. പ്രിയാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കുക. ഇറ്റ് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് എനി റൈറ്റ്സ്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റിസബിൾ. പ്രിയാമ്പിൾ ഇത് പഠിച്ചു വയ്ക്കുക. ഇനി ഈസ് പ്രിയാമ്പിൾ എ സോഴ്സ് ഓഫ് എനി പവർ ഓർ ലിമിറ്റേഷൻ ഓൺ ദ പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്? പ്രിയാമ്പിൾ പ്രത്യേകിച്ച് സ്റ്റേറ്റിന് എന്തെങ്കിലും പവർ കൊടുക്കുകയോ സ്റ്റേറ്റിൻ്റെ പവറിന് മുകളിൽ എന്തെങ്കിലും ലിമിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൻസറും നോ. ഇതിൻ്റെ ആൻസർ ശരിക്കും എന്താണ്? പ്രൊവിഷൻ ആണെങ്കിൽ യെസ്. പക്ഷേ പ്രിയാമ്പിൾ പ്രൊവിഷൻ അല്ല, പ്രിയാമ്പിൾ ഇസ് ജസ്റ്റ് എ പാർട്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. നമ്മൾ സമ്മറൈസ് ചെയ്താൽ ഇത് എങ്ങനെ ഇരിക്കും സ്റ്റുഡൻസ്? പ്രിയാമ്പിൾ പാർട്ടാണോ എന്ന് ചോദിച്ചാൽ യെസ്.
പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഭരണഘടന ഇൻ്റർപ്രറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ യെസ്. അതുപോലെ തന്നെ പ്രിയാമ്പിൾ അമെൻഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ യെസ്. ഇത് പ്രൊവിഷൻ ആണോ എന്ന് ചോദിച്ചാൽ നോ. ഇത് ജസ്റ്റിസബിൾ ആണോ എന്ന് ചോദിച്ചാൽ നോ. ഇത് സോഴ്സ് ഓഫ് എനി പവർ ആണോ എന്ന് ചോദിച്ചാൽ നോ. അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ നോ. ഇനി വേറെ ചില കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, സെക്യുലറിസം ബേസിക് സ്ട്രക്ചർ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സെക്യുലറിസത്തെ നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാം? ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിസം എന്ന് പഠിക്കാം, അതുപോലെ ഡെമോക്രാറ്റിക് സോഷ്യലിസം ഒന്നും പഠിക്കാം. ഈ ഐഡിയാസ് എല്ലാം പ്രിലിംസിൽ ചോദ്യമായിട്ട് വരാം, മെയിൻസിനും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പ്രിയാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് കറണ്ട് അഫെയർ നോക്കിയാൽ കുറേ അധികം ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഒന്ന്, സെക്ഷൻ 6A പറ്റി ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾസ് 2024 ഇതിനെപ്പറ്റി ന്യൂസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ഇത് പഠിക്കുമ്പോൾ നമ്മളൊരു സെക്ഷൻ 6B പഠിക്കും, അതുപോലെ ഷെഡ്യൂൾ 1A പഠിക്കും. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ ഫോറിൻ ട്രിബ്യൂണൽസിനെ പറ്റി കറണ്ട് അഫെയർ ന്യൂസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അല്ല സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ന്യൂസിലുണ്ട്. ഇതൊക്കെ ലിങ്ക്ഡ് ആട്ടോ ഈ ന്യൂസുകളെല്ലാം. അതുപോലെ നമുക്ക് റെഫ്യൂജീസിനെ പറ്റി ചില കറണ്ട് അഫെയർ ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സിറ്റിസൺഷിപ്പിനെ പറ്റിയുള്ള കറണ്ട് അഫെയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടേണ്ടത്? ഒന്ന്, ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പ് കോൺസ്റ്റിറ്റ്യൂഷനകത്തും ഇതിനെപ്പറ്റി പരാമർശമുണ്ട്, നമുക്ക് ചില സ്റ്റാറ്റ്യൂട്ടുകളുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ സിറ്റിസൺഷിപ്പിൻ ഈസ് പ്രൈമർലി ഗവേൺഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 5 to 11 ആൻഡ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1956. ഇപ്പോൾ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പിനെ പറ്റി മേജറായിട്ട് പറയുന്നത് ഒന്ന് ഭരണഘടന ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ, പിന്നെ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ സിറ്റിസൺഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ഇതൊന്നും ഓർത്തിരിക്കുക. ഭരണഘടനയിൽ ചില ബേസിക് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതെനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, കാരണം നമുക്ക് സമയത്തിൻ്റെ പോസിറ്റി ഉണ്ട്. ഇത് കറണ്ട് അഫെയർ ക്ലാസ്സസ് ആണ്. ഇനി ജനറലി സിറ്റിസൺഷിപ്പിന് 2 പ്രിൻസിപ്പിളുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ട്രംപിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആവും. ജസ് സൊലൈ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ഓഫ് സോയിൽ. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ജനിച്ചു വീണാൽ നിങ്ങൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും. സിറ്റിസൺഷിപ്പ് ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് ബർത്ത്. ഇതിനെയാണ് നമ്മൾ ജസ് സോയിൽ എന്ന് ഓർത്താൽ മതി. ഇതാണ് ട്രംപ് നിർത്തലാക്കുമെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രിൻസിപ്പിൾ എന്താ? ജസ് സാങ്വിനസ് റൈറ്റ് ഓഫ് ബ്ലഡ്. ഓക്കെ, ഇറ്റ് ഇസ് സിറ്റിസൺഷിപ്പ് ബേസ്ഡ് ഓൺ ഡിസെൻറ്റ് ഓർ എത്നിസിറ്റി. രക്തം വഴി നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും, ഡിസെൻറ്റ് വഴി, പാരമ്പര്യം വഴി സിറ്റിസൺഷിപ്പ് കിട്ടും. ഇതിനെയാണ് ജസ് സാങ്വിനസ് എന്ന് പറയുന്നത്. സാങ്വിനസ് ബ്ലഡ്, സോയിലിൽ നിന്നാണ്. നിങ്ങളത് ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബൈ ബർത്ത് നമുക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ജസ്റ്റ് സൊലൈ ഉണ്ട് ഇവിടെ. അതുപോലെ ഡിസെൻറ്റ് വഴിയും ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് സാങ്വിനസ് ഉണ്ട്. അപ്പോൾ രണ്ടും ഇന്ത്യയിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടാൻ പല മാർഗ്ഗങ്ങളുണ്ട്. ബൈ ബർത്ത്, ബൈ ഡിസെൻറ്റ്, ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷൻ, ബൈ ഇൻകോർപ്പറേഷൻ. ഇതൊക്കെ സ്റ്റാറ്റിക് പാർട്ടാണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. ഇവിടെ ഞാനത് പഠിപ്പിക്കില്ല. അതുപോലെ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് ഒരാൾക്ക് കളയാൻ, നഷ്ടപ്പെടാനുള്ള രീതികളുമുണ്ട്. ഓക്കെ, അതും പഠിച്ചു വെക്കണം. അതൊക്കെ സ്റ്റാറ്റിക്കാണ്, ഓർത്തിരിക്കുക. യു ഹാവ് ടു സ്റ്റഡി ദിസ്. ഇനി കോടതി സെക്ഷൻ 6A കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് ഒരു കേസിൽ പറയുകയുണ്ടായി. ഇറ്റ് ഹെൽഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് സെക്ഷൻ 6A ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. അപ്പം നമുക്ക് പഠിക്കേണ്ട കറണ്ട് അഫെയർ എന്താണ്? സെക്ഷൻ 6A ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 എന്താണെന്ന് നമുക്ക് പഠിക്കണം. ഓക്കെ, അതിനു മുമ്പ് ചില ബേസിക്സ് ഞാൻ പറഞ്ഞുതരാം. കോടതി പറഞ്ഞ ചില കാര്യങ്ങളാണ്. കോടതി പറഞ്ഞു ഈ പറയുന്ന സെക്ഷൻ 6A വാലിഡ് ആണ്. അതുപോലെ പാർലമെൻറ്റിന് ഇങ്ങനെ ഒരു സെക്ഷൻ കൊണ്ടുവരാൻ അധികാരമുണ്ട്. ഇത് റൈറ്റ് ടു ഇക്വാലിറ്റിയെ വയലേറ്റ് ചെയ്യുന്നില്ല, ഇത് കൾച്ചറൽ റൈറ്റ്സിനെയും വയലേറ്റ് ചെയ്യുന്നില്ല. ഓർത്തിരിക്കുക. ഓക്കെ, ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക്സിലേക്ക് പോകണം. അപ്പം ഞാൻ നിങ്ങളെ ബേസിക്സിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇന്ത്യ സങ്കല്പിക്കുക. ഇറ്റ് ഇസ് ഇന്ത്യ. ഈ ഒരു ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് നമ്മുടെ ഈസ്റ്റേൺ ബോർഡറിൽ ആരാണ് സ്റ്റുഡൻസ് ഉള്ളത്? ഈസ്റ്റേൺ പാകിസ്ഥാനുള്ളത്. ഇന്ന് നമ്മൾ ഇതിനെ എന്ത് പേരിട്ട് വിളിക്കുന്നു? ബംഗ്ലാദേശ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ ഉടനെ തന്നെ ഈസ്റ്റേൺ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേഷൻ തുടങ്ങുകയുണ്ടായി. ഓക്കെ, ഈ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ 1971 ഇത് കഴിഞ്ഞ് ഈ മൈഗ്രേഷൻ വളരെയധികം കൂടുകയും ചെയ്തു. അപ്പോൾ ഇത് ആസാമിലുള്ള, എക്സ്പെഷ്യലി ഇന്ത്യയിൽ ആസാമിലുള്ള ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നു, അവരുടെ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യപ്പെടുന്നു, മൈഗ്രൻസ് മൊത്തം വരുന്നു. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവർ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി.
പ്രൊട്ടസ്റ്റിനും നേതൃത്വം കൊടുത്ത 2 മേജർ ഓർഗനൈസേഷൻ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ, ആസു എന്ന് ചിലർ പറയും, ഓൾ ആസാം ഗണസംഗ്രാം പരിഷത്ത് AAGP, ഈ 2 ഓർഗനൈസേഷൻസ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്നത്. അപ്പോൾ അവസാനം ഇതിനൊരു സൊല്യൂഷൻ കാണാൻ സ്റ്റേറ്റും ഇവരും തമ്മിൽ എന്ത് ചെയ്തു, ഇന്ത്യൻ ഗവൺമെൻറ്റും ഇവരും തമ്മിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. ഈ എഗ്രിമെൻറ്റിനാണ് നമ്മൾ വിളിക്കുന്നത് അസാം അക്കോർഡ്. അസാം അക്കോർഡ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അസാം അക്കോർഡ് ഇനി ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുക. 1985 അസാം അക്കോർഡ് സൈൻ ചെയ്യപ്പെടുന്നു. അസാം അക്കോർഡ് സൈൻ ചെയ്യപ്പെടുന്നു. ആ വർഷം തന്നെ 1985 തന്നെ ഇവർ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ, ഇവർ 1955 സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിനകത്ത് ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യും, സെക്ഷൻ 6A. അപ്പം മനസ്സിലായോ സെക്ഷൻ 6A എങ്ങനെയാണ് വന്നത്? ആസാം അക്കോർഡിന് ജീവൻ നൽകാൻ വേണ്ടി ഇവർ സെക്ഷൻ 6A എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സെക്ഷൻ 1955 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഏത് വർഷം? 1985. ഒന്നുകൂടെ പറയുന്നു, അസാം അക്കോർഡിന് ജീവൻ നൽകാൻ വേണ്ടി 1985 ഇവർ സെക്ഷൻ 6A എന്ന് പറയുന്ന ഒരു സെക്ഷൻ 1955 സിറ്റിസൺഷിപ്പ് ആക്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഈ പറയുന്ന സെക്ഷൻ 6A എന്തിനെ പറ്റിയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ആസാം അക്കോർഡ്. ആസാം അക്കോർഡിന് ജീവൻ നൽകാൻ വേണ്ടിയാണ് സെക്ഷൻ 6A ആഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് മൈഗ്രേഷൻ ഇഷ്യൂ ഫ്രം ഏർലിയർ ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശ്. ഓക്കെ, ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഓർത്തിരിക്കുക. നിങ്ങൾ മാർച്ച് 25, 1971 ശേഷമാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത്, എസ്പെഷ്യലി ആസാമിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇതാണ് ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്. 71 മുമ്പ് വന്നവർക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് 6Aയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം ഇതാണ്. ഓക്കെ, അപ്പം ഈ മൈഗ്രൻസിനെ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, ഡേറ്റ്സ് ഞാൻ എഴുതാം. ജാനുവരി 1, 1966 മുമ്പ് വന്നവർ, ഇവരുടെ സ്റ്റാറ്റസ് എന്തായിരിക്കും? ഇവർ സിറ്റിസൺ ആയിരിക്കും, ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, ദേ വിൽ ഗെറ്റ് സിറ്റിസൺഷിപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത കാറ്റഗറി ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ജാനുവരി 1, 1966 മുതൽ മാർച്ച് 24, 1971 വരെ വന്നവർ. ഇവർ ഫോറിനേഴ്സ് ആണ്, പക്ഷേ ഇവർക്ക് 10 വർഷം കഴിഞ്ഞ് എന്ത് കിട്ടും? സിറ്റിസൺഷിപ്പ് കിട്ടും. ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെ ആൾക്കാർ എന്താണ്? ജാനുവരി 1, 1966 മുമ്പ് വന്നവർ, ഇവർ സിറ്റിസൺഷിപ്പ് ആയിട്ട് ഇവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. ജാനുവരി 1, 1966 മാർച്ച് 24, 1971 ഇടയ്ക്ക് വന്നവർ, അവരെ തൽക്കാലം ഫോറിനറായിട്ടാണ് കാണുന്നത്, അവർക്ക് ലിമിറ്റഡ് വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ 10 വർഷം കഴിയുമ്പോൾ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. 2 കാറ്റഗറി ആയി. മൂന്നാമത്തെ കാറ്റഗറി മാർച്ച് 25 ആഫ്റ്റർ മാർച്ച് 25, 1971 വന്നവർ, മാർച്ച് 25 ശേഷം 1971 വന്നവർക്ക്, അവർ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിരിക്കും, അവരെ പിടിച്ച് നമ്മൾ ഡിപ്പോർട്ട് ചെയ്യും. അപ്പം മൈഗ്രൻസിനെ 3 ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് കാറ്റഗറി ജാനുവരി 1, 1966 മുമ്പ് വന്നവർ, അവർക്ക് നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കും. സെക്കൻഡ് കാറ്റഗറി ജാനുവരി 1, 1966 ടു മാർച്ച് 1971, 24 ഇടയ്ക്ക് വന്നവർ, ഈ സമയത്ത് വന്നവർക്ക് 10 വർഷം വെയിറ്റ് ചെയ്ത് സിറ്റിസൺഷിപ്പ് കൊടുക്കും. മാർച്ച് 25, 1971 കഴിഞ്ഞ് വന്നവരാണെങ്കിൽ നിങ്ങളെ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ടാണ് കാണുന്നത്, നിങ്ങളെ പിടിക്കും, ഡീപ്പോർട്ട് ചെയ്യും. ക്ലിയർ? ഈ 3 കാറ്റഗറി മനസ്സിലാക്കി വെക്കുക. ഇതാണ് സെക്ഷൻ 6A. അപ്പോൾ സിമ്പിളായിട്ട് പഠിച്ചാൽ സെക്ഷൻ 6A എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അസാം അക്കോർഡുമായിട്ട് റിലേറ്റഡ് ആണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ പ്രോബ്ലവുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ പറയുന്ന സെക്ഷൻ 6A ബംഗ്ലാദേശിൽ നിന്ന് വന്നവരെ 3 കാറ്റഗറൈസ് ചെയ്യുന്നു. ആദ്യത്തെ കാറ്റഗറിയിലുള്ളവർക്ക് ഓട്ടോമാറ്റിക് സിറ്റിസൺഷിപ്പ് കിട്ടുകയാണ്. സെക്കൻഡ് കാറ്റഗറി 10 വർഷം കഴിഞ്ഞ് സിറ്റിസൺഷിപ്പ് കിട്ടും. തേർഡ് കാറ്റഗറിയെ നമ്മൾ ഇല്ലീഗലായിട്ടാണ് കാണുന്നത്, അവരെ പിടിക്കും, ഡീപ്പോർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? സെക്ഷൻ 6A ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. സെക്ഷൻ 6A ഇറ്റ് ഡസ് നോട്ട് വയലേറ്റ് ആർട്ടിക്കിൾ 6 and 7. ഈ ആർട്ടിക്കിൾ 6 and 7 എന്താണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത് സ്റ്റാറ്റിക്കിൽ നിന്ന് ലക്ഷ്മികാന്ത് നിന്ന് പഠിച്ചെടുക്കണം. അതുപോലെ കോടതി പറഞ്ഞൊരു കാര്യം,
ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരാൾ ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ട്രിബ്യൂണലുകളുണ്ട് ആസാമിൽ. ഈ ട്രിബ്യൂണലുകളുടെ ഫംഗ്ഷനിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് കോടതി തന്നെ സമ്മതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രിബ്യൂണൽസിനെ പറ്റി നമുക്ക് പഠിക്കണം, ഫ്യൂച്ചർ സ്ലൈഡുകളിൽ നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? അസാം അക്കോർഡ് എന്താണെന്നുള്ളത് നോക്കി സെക്ഷൻ 6A ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 നോക്കുക. സെക്ഷൻ 6A ഒന്നുകൂടെ പറയുന്നു, സെക്ഷൻ 6A ഏത് ആക്ടിലാണ് കിടക്കുന്നത്? 1955 സിറ്റിസൺഷിപ്പ് ആക്ട്. ഇത് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019. ഇതെന്താ സംഭവം? എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019? ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കായിരിക്കും. ഓക്കെ, നമ്മൾ ഇതിനകത്ത് 2 ക്രൈറ്റീരിയ കാണുന്നത്. നിങ്ങൾ 3 രാജ്യങ്ങളിലെ പൗരനാണെങ്കിൽ, 3 സ്റ്റേറ്റിലെ പൗരനാണെങ്കിൽ, ഈ 3 സ്റ്റേറ്റ് ഏതൊക്കെയാണ്? ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ബാപ്പെന്ന് പഠിച്ചു വയ്ക്കാം. അതുപോലെ നിങ്ങൾ 6 മതങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ, 6 റിലീജിയൻ, ഓക്കെ, ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി. നിങ്ങൾ ഈ 3 രാജ്യത്തിൽ നിന്ന് വരുന്ന ഈ 6 മതങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒന്നിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്ത് കിട്ടും? സിറ്റിസൺഷിപ്പ് കിട്ടും. കുറച്ചുകൂടെ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കും. അതാണ് കാരണം ഈ രാജ്യത്തിൽപ്പെട്ട വേറെ മതക്കാർക്കും ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടും. അപ്പോൾ ചിലർക്ക് ആ തെറ്റിദ്ധാരണയുണ്ട്, ഈ രാജ്യങ്ങളിലുള്ള വേറെ മതങ്ങളിൽപ്പെട്ടവർക്കും ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടും, പക്ഷേ അവർക്ക് ഇത്തിരിയുടെ പാടായിരിക്കും. പക്ഷേ ഈ 6 മതങ്ങളിൽ നിന്ന് വരുന്നവരാണ് നിങ്ങളെങ്കിൽ, ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാഴ്സി, ഈ മതങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. യുവർ പ്രൊവിഷൻസ് ആർ മെയ്ഡ് ലിറ്റിൽ മോർ ഈസിയർ. അപ്പം നിങ്ങൾ 3 രാജ്യത്തിൽ ഏതെങ്കിലും ഒരാളായിരിക്കണം, അതുപോലെ നിങ്ങൾ 6 മതത്തിൽപ്പെടുന്ന ആളായിരിക്കണം. ഈ 2 കോമ്പിനേഷനിൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് എളുപ്പമാക്കും. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, വൺ മോർ തിങ്, ഇതിനും കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്താണ്? ഡിസംബർ 31, 2014. ഈ പീരീഡിന് മുമ്പ് വരണം നിങ്ങൾ. ഈ പീരീഡിന് മുമ്പ് ഇന്ത്യ വന്നവർക്കാണ് ഈ പറയുന്ന CAA 2019 ബാധകമാവുന്നത്. അതിന് ശേഷം വന്നവർക്ക് നോർമൽ പ്രോസസ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന ഏതെങ്കിലും 6 മതങ്ങളിൽ പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ് എത്രയാണ്? നിങ്ങൾ 31 ഡിസംബർ 2014 മുമ്പ് ഇന്ത്യയെ പ്രവേശിച്ചിരിക്കണം. അത് കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ നോർമൽ പ്രോസസ്സിലൂടെ പോകേണ്ടി വരും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇനി ഇത് ചിലർക്ക് ആപ്ലിക്കബിൾ അല്ല, അതുകൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ബാധകമല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. ഇത് പ്രിലിംസിൽ വരാം. അതായത് ഇത് ട്രൈബൽ ഏരിയാസ് ഓഫ് ആസാം, മേഘാലയ, മിസോറാം, ത്രിപുര ഇൻക്ലൂഡഡ് ഇൻ 6th ഷെഡ്യൂൾ. ഇവിടങ്ങളിൽ CAA ബാധകമല്ല. അപ്പം ട്രൈബൽ ഏരിയാസ് അണ്ടർ 6th ഷെഡ്യൂൾ, ഈ സ്ഥലങ്ങളിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ബാധകമല്ല. ഏതൊക്കെ സ്റ്റേറ്റാണുള്ളത്? അസാം, മേഘാലയ, മിസോറാം, ത്രിപുര. അപ്പം ഇവിടെ ബാധകമല്ല. പിന്നെ ഇന്നർ ലൈൻ പെർമിറ്റ് നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ബാധകമല്ല. ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ബംഗാൾ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷൻ ആക്ട് 1873, പണ്ടത്തെ ഒരു ബ്രിട്ടീഷിൻ്റെ ആക്റ്റാണ്, ഇതിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. ILP എന്ന് പറഞ്ഞാൽ ഇന്നർ ലൈൻ പെർമിറ്റ്. ഇന്നർ ലൈൻ പെർമിറ്റ് ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ പെർമിറ്റ് വേണം. ബാക്കി നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. പക്ഷേ ഈ ഏരിയകളിൽ സഞ്ചരിക്കണമെങ്കിൽ, ILP ഉള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ പാസ് വേണം. ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അരുണാചലിലുള്ള, മിസോറാമിലുള്ള, നാഗാലാൻഡിലുള്ള സ്ഥലങ്ങൾ. അപ്പം ഈ 2 ഏരിയാസിലും CAA 2019 ബാധകമല്ല. അപ്പോൾ 1 6th ഷെഡ്യൂളിലുള്ള ട്രൈബൽ ഏരിയാസ്, 2 ILP നിലനിൽക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ രണ്ടും CAA 2019 ബാധകമല്ല. അപ്പോൾ CAA 2019 എന്താണെന്ന് നോക്കി, അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് നോക്കി, അത് എവിടെ ബാധകമല്ലെന്നും നോക്കി. നമ്മൾ പ്രിലിം സ്പെസിഫിക് ആയിട്ടാണ് പഠിക്കുന്നത്, മെയിൻസ് എക്സ്പ്ലനേഷൻ പോകുന്നില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ 2019 CAA അനുസരിച്ച് ചില റിലാക്സേഷൻ ഈ പറയുന്ന 3 രാജ്യങ്ങളിൽപ്പെട്ട 6 മതങ്ങളിൽപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന്. ആ റിലാക്സേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സെൻട്രൽ ഗവൺമെൻറ് എക്സെംപ്റ്റഡ് ദ സെയിഡ് മൈഗ്രൻസ് ഫ്രം അഡ്വേഴ്സ് പീനൽ കോൺസിക്വൻസസ് ഓഫ് പാസ്പോർട്ട് എൻട്രി ടു ഇന്ത്യ ആക്ട് ആൻഡ് ഫോറിനേഴ്സ് ആക്ട് ഓഫ് 1946. സാധാരണ മൈഗ്രൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ 2 ആക്റ്റുകളാണുള്ളത്, പാസ്പോർട്ട് ആക്റ്റും ഫോറിനേഴ്സ് ആക്റ്റും. ഇത് ഓർത്തിരിക്കുക.
ഓക്കെ, അപ്പോൾ ഈ ആക്ട് അനുസരിച്ച് നിങ്ങൾ കുറച്ച് ഇല്ലീഗലായ മൈഗ്രൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചില പണിഷ്മെൻറ്റ്സും ചില പ്രൊസീജിയേഴ്സും ഒക്കെ കിട്ടും. ചിലപ്പോൾ ചില പ്രൊസീജിയേഴ്സ് എക്സ്ട്രാ ഫോളോ ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ചിലപ്പോൾ പണിഷ്മെൻറ്റ് കിട്ടാം. പക്ഷേ നിങ്ങൾ 2019 CAA പരിധിയിൽ വരുന്ന 3 രാജ്യങ്ങളിൽപ്പെട്ട 6 മതങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നിങ്ങളെ റിലാക്സ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഈ 2 ആക്റ്റും നിങ്ങളുടെ മുകളിൽ വലുതായിട്ട് ബാധകമാവില്ല. പിന്നെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ്. ഓക്കെ, ഒരു ബേസിക് കൂടെ നിങ്ങൾക്ക് അറിയണം. ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. ബൈ ബർത്ത്, ഡിസെൻറ്റ്, രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇത് നിങ്ങൾ ഇവിടെ തന്നെ പഠിച്ചു വയ്ക്കുക. 2019 CAA അനുസരിച്ച് ഒരാൾക്ക് പൗരത്വം കിട്ടുന്ന മാർഗ്ഗം ഏതാ? നാച്ചുറലൈസേഷൻ വഴിയാണ് ഇവർക്ക് പൗരത്വം കൊടുക്കുന്നത്. ഇത് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നാച്ചുറലൈസേഷനകത്ത് തന്നെ ഒരു റിലാക്സേഷൻ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നു. സാധാരണ ഒരാൾക്ക് പുറത്തുള്ള രാജ്യത്തിലെ ഒരാളായിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ ഈ 3 രാജ്യങ്ങളിൽ പെടുന്ന 6 മതത്തിൽ പെടാത്ത ഒരാളായിക്കോട്ടെ, പുള്ളിക്കും നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷേ 11 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ പറയുന്ന 6 മതങ്ങളിലോ 3 രാജ്യങ്ങളിലോ പെട്ട ആളാണെങ്കിൽ 5 വർഷം മതി. അപ്പം നാച്ചുറലൈസേഷൻ്റെ കാര്യത്തിലും ഇവർക്ക് റിലാക്സേഷൻ ഉണ്ട്. സാധാരണ ആൾക്കാർക്ക് 11 വർഷം വേണം, ഇവർക്ക് 5 വർഷം മതി. ഇതിവിടെ തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ 2 റിലാക്സേഷൻ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇവരുടെ മുകളിൽ പാസ്പോർട്ട് ആക്റ്റും ഫോറിനേഴ്സ് ആക്റ്റും വലുതായിട്ട് ബാധകം ആവില്ല. 2, ഇവരുടെ നാച്ചുറലൈസേഷൻ പീരീഡ് 11 നിന്ന് 5 വർഷത്തേക്ക് ചുരുക്കി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത നമ്മുടെ കറണ്ട് അഫെയർ. മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റുഡൻസ്? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾസ് 2024 കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? 2019 CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാനും ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി റൂൾസ് കൊണ്ടുവന്നേക്കുന്നു. ഓക്കെ, അപ്പോൾ 2024 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾസ് എന്തിനാണ് വന്നേക്കുന്നത്? 2019 CAA കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാനും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾസിൻ്റെ ചില ഹൈലൈറ്റ്സ് ഉണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് പറയും. ഇത് ചില ജനറൽ പ്രൊവിഷനാണ്. ഇന്ത്യയിൽ ആർക്കൊക്കെ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം ഈ റൂൾസ് അനുസരിച്ച്? ഇഫ് യു ആർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസണിനെ മാരി ചെയ്ത ആളായിക്കോട്ടെ, മൈനർ ചൈൽഡ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ, എ പേഴ്സൺ ഹൂസ് രജിസ്റ്റേർഡ് ആസ് ഇന്ത്യൻ സിറ്റിസൺ, ഈതർ ഓഫ് യുവർ പാരൻസ് വാസ് എ സിറ്റിസൺ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, നിങ്ങളൊരു OCA കാർഡ് ഹോൾഡർ ആണെങ്കിൽ OCA കാർഡ് ഹോൾഡർ എന്താണെന്ന് ഒന്ന് പഠിച്ചു വെക്കണം, സാധ്യതയുണ്ട് പ്രിലിംസിൽ. പിന്നെ ചില ക്വാളിഫിക്കേഷൻ വേണം ഫോർ നാച്ചുറലൈസേഷൻ. ഓക്കെ, നിങ്ങൾ നാച്ചുറലൈസ്ഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ചില ക്വാളിഫിക്കേഷൻ വേണം. നിങ്ങൾക്ക് യു നീഡ് ടു പ്രസൻറ്റ് ആൻ അഫിഡവിറ്റ് വെരിഫൈങ് കറക്റ്റ്നെസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ആപ്ലിക്കേഷൻ ആൻഡ് അഫിഡവിറ്റ് ബൈ ഇന്ത്യൻ സിറ്റിസൺ ടു ടെസ്റ്റിഫൈ ദ ക്യാരക്ടർ ഓഫ് ദ ആപ്ലിക്കൻ. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസണും നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യണം ഇയാളുടെ സ്വഭാവത്തിൽ കുഴപ്പമൊന്നുമില്ല, ഇയാളൊരു പ്രോപ്പർ ക്യാരക്ടർ ആണെന്ന് ഒരു ഇന്ത്യൻ സിറ്റിസണും അഫിഡവിറ്റ് ചെയ്തു തരണം. ക്ലിയർ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ 8th ഷെഡ്യൂളിലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ പ്രാവീണ്യം വേണം. യു നീഡ് ടു നോ എനി 1 ലാംഗ്വേജ് ഫ്രം 8th ഷെഡ്യൂൾ. ഷെഡ്യൂൾസ് നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 8th ഷെഡ്യൂളിലാണ് ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് കിടക്കുന്നത്. അപ്പോൾ 8th ഷെഡ്യൂളിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഈ പറയുന്ന ആൾക്ക് പറയാൻ പറ്റണം, അതിനുള്ള അറിവ് വേണം. പിന്നെ പ്രൂഫ് ഓഫ് നാഷണാലിറ്റി. ഈ പ്രൂഫ് ഓഫ് നാഷണാലിറ്റി എന്താ സ്റ്റുഡൻസ്? നിങ്ങൾ ബംഗ്ലാദേശുകാരനാണോ, അഫ്ഗാനിസ്ഥാൻകാരനാണോ, പാകിസ്ഥാൻകാരനാണോ എന്ന് തിരിച്ചറിയണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് CAA കിട്ടുകയുള്ളൂ, CAAയുടെ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ടർക്കിക്കാരനാണ് എന്നിട്ട് നിങ്ങൾ പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഡോക്യുമെൻറ്റ്സ് വേണം, നിങ്ങൾ ബംഗ്ലാദേശി ആണോ, അഫ്ഗാനിസ്ഥാനി ആണോ, പാകിസ്ഥാനി ആണോ എന്ന് മനസ്സിലാവാൻ. അപ്പോൾ ആപ്ലിക്കൻസ് ക്യാൻ പ്രൊവൈഡ് 20 ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഈ 20 ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, എക്സാമ്പിൾ വിസ ആവാം, റെസിഡൻഷ്യൽ പെർമിറ്റ് ആവാം, സെൻസസ് സ്ലിപ്പ് ആവാം, ആധാർ കാർഡ് ആവാം. ഓക്കെ, അപ്പോൾ അത് വിട്ട് കളയുക. പിന്നെ ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ മാത്രം സിറ്റിസൺ ആണ്, വേറെ രാജ്യത്ത് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് പാടില്ല. അപ്പോൾ നിങ്ങൾ വേറെ രാജ്യത്തെ സിറ്റിസൺ ആണെങ്കിൽ ആദ്യം അത് ഗിവ് അപ്പ് ചെയ്യണം. യു ഹാവ് ടു റിനൗൺസ് ദ അതർ കൺട്രീസ് സിറ്റിസൺഷിപ്പ്. ഇനി ആർക്കാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആപ്ലിക്കൻ്റ് ആണ്, നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് വേണം. നിങ്ങൾ ആദ്യം ഇത് ഇലക്ട്രോണിക് ഫോമിൽ ഇത് ഒരു ഡിസ്ട്രിക്റ്റ് ലെവൽ കമ്മിറ്റിക്ക് അയക്കും. ഡിസ്ട്രിക്റ്റ് ലെവൽ കമ്മിറ്റി ഇത് എംപവേർഡ് കമ്മിറ്റിക്ക് അയക്കും. ഇതാണ് പ്രോസസ്സ്. ഇത് ഏത് സെക്ഷനിലാണ് സ്റ്റുഡൻസ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 6B ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. വളരെ ക്ലിയർ ആയിട്ട് ഇത് ഓർത്തിരിക്കുക.
ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? നിങ്ങൾ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ആദ്യം ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിക്ക് വിടും, അവിടെ നിന്ന് എംപവേർഡ് കമ്മിറ്റിക്ക് പോകും. ഇത് ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 6B ഓഫ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അല്ല സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റാണ്. ഏത് സെക്ഷൻ അനുസരിച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്? സെക്ഷൻ 6B ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. ക്ലിയർ ആണല്ലോ? അപ്പം നേരത്തെ നമ്മൾ സെക്ഷൻ 6A പഠിച്ചു, അത് അസാം അക്കോർഡുമായിട്ട് റിലേറ്റഡ് ആണ്. മൈഗ്രൻസിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. 6B എന്ത് റിലേറ്റഡ് ആയിട്ടാണ്? ആപ്ലിക്കേഷൻ ചെയ്യേണ്ട രീതി റിലേറ്റഡ് ആയിട്ടാണ്. ഓക്കെ ഓക്കെ ഇനി ഫർദർ ഇവർക്ക് കുറച്ച് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ദേ ആർ ഗെറ്റിംഗ് റിലാക്സേഷൻ ഓൺ ഷെഡ്യൂൾ 1A ഓഫ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019. അപ്പം സാധാരണ ഷെഡ്യൂൾ 1A എന്താണ്? ഇത് പഠിച്ചു വെക്കണം. ഷെഡ്യൂൾ 1A എന്താണെന്ന്. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ദാറ്റ് ആപ്ലിക്കൻറ്റ് ഓർ ഈദർ ആൻസിസ്റ്റർ ആർ ഫ്രം ദീസ് കൺട്രീസ്. ഇവിടെ ഞാൻ കാണിച്ചു തന്ന അതേ സംഭവമാണ്. വെയിറ്റ് ഐ ഷോ യു. ഓക്കെ, ചില ഡോക്യുമെൻറ്റ്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതാണ് സെക്ഷൻ 1A ഓഫ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019. ഓക്കെ, സെക്ഷൻ 1A. അപ്പോൾ ഇതിനകത്തും ചില റിലാക്സേഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ചില ഡോക്യുമെൻറ്റ് 20 ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം സമർപ്പിച്ചാൽ മതി. അത് മാത്രമല്ല, എക്സ്ട്രാ കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. ഇതൊന്നും അറിഞ്ഞിരിക്കണം. അതായത് CA റൂൾ അനുസരിച്ച് യു ക്യാൻ ഗീവ് എ ബർത്ത് ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ഓഫ് എനി കൈൻഡ്, എനി ലൈസൻസ് സർട്ടിഫിക്കറ്റ്, ലാൻഡ് ഓർ ടെനൻസി റെക്കോർഡ് ഓർ എനി ഡോക്യുമെൻറ്റ്, ഇതിൽ ഏതെങ്കിലും മതി. നിങ്ങൾ ഈ രാജ്യത്തു നിന്നുള്ള ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ. അതുപോലെ എനി ഡോക്യുമെൻറ്റ് ദാറ്റ് ഷോസ് ഈതർ ഓഫ് പാരൻസ്, ഗ്രാൻഡ് പേരൻസ് ഓർ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ഓഫ് ദ ആപ്ലിക്കൻ ഈസ് ഓർ ഹാഡ് ബീൻ എ സിറ്റിസൺ ഓഫ് ദ 3 കൺട്രീസ്. അപ്പം നിങ്ങളോ നിങ്ങളുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഓക്കെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസോ പാകിസ്ഥാൻ്റെയോ അഫ്ഗാനിസ്ഥാൻ്റെയോ ബംഗ്ലാദേശിലെയോ സിറ്റിസൺ ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഇവരുടെ പ്രൊസീജിയർ ഡോക്യുമെൻറ്റ്സ് ഇവർക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ചില കാര്യങ്ങളോടുണ്ട്. സാധാരണ ദർ ഇസ് എ റിക്വയർമെൻറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഫ്രം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫൈങ് ദാറ്റ് യു ആർ ക്ലിയർ വിത്ത് 8th ഷെഡ്യൂൾ ലാംഗ്വേജ്. അത് സാധാരണ ഇവർക്ക് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതായത് 8th ഷെഡ്യൂളിൽ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമെന്ന് ഏതെങ്കിലും ഒരു സ്കൂൾ സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. ഇതും റിലാക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് എന്താ? നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് ഡിക്ലറേഷൻ എഴുതി തന്നാൽ മതി, എനിക്ക് ഏത് ഷെഡ്യൂളിൽ ഒരു ലാംഗ്വേജ് അറിയും, നിങ്ങൾക്ക് അറിയാൻ വേണം, അത്രയും മതി. ഇപ്പോൾ ഈ സ്കൂളിൽ നിന്നുള്ള അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങൾക്ക് 8th ഷെഡ്യൂൾ ലാംഗ്വേജ് അറിയാമെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണ്ട, സ്വന്തമായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്താൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ അതാണ്. ഇനി നമ്മൾ 2 കമ്മിറ്റി പഠിച്ചു. നിങ്ങൾക്ക് സെക്ഷൻ 6B സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 അനുസരിച്ച് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? ആപ്ലിക്കൻ്റെ ഇലക്ട്രോണിക് ഫോമിൽ ആദ്യം DLCക്ക് സമർപ്പിക്കും, അവിടുന്ന് എംപവേർഡ് കമ്മിറ്റിക്ക് പോകും. അപ്പോൾ DLCയിൽ ആരൊക്കെ ഉണ്ട്, എംപവേർഡ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട്, ഇതിപ്പോൾ എംപവേർഡ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും DLCയിൽ ആരൊക്കെ ഉള്ളതെന്നുള്ളതും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ലൈഡ് തരുമ്പോൾ നിങ്ങളൊന്ന് നോക്കി പോവുക. ഞാൻ വെറുതെ വായിച്ചു വിട്ടിട്ടൊരു കാര്യമില്ല. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇനിയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കവർ ചെയ്യാനുള്ളത്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NRC എന്താണ്, NPR എന്താണ്, ഇത് വളരെ ക്ലിയർ ആയിട്ട് ഈ സ്ലൈഡിൽ നിന്ന് ക്ലിയർ ആവും. NRC എന്താ സ്റ്റുഡൻസ്? It is an official verified record of all Indian citizens containing details of individuals which are set to establish claim to citizenship. അപ്പോൾ NRC എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന ഒരു രേഖയാണ്. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ഓൾ ഇന്ത്യൻ സിറ്റിസൺസ്. ഓർത്തിരിക്കുക, സിറ്റിസൺഷിപ്പാണ് ഇതിൻ്റെ ബേജർ. അതുപോലെ NPR എന്താ? ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് യൂഷ്വൽ റെസിഡൻസ് ഓഫ് എ കൺട്രി. യൂഷ്വൽ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 6 മാസം ഒരു സ്ഥലത്ത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിച്ചാൽ നിങ്ങൾ അവിടുത്തെ യൂഷ്വൽ റെസിഡൻറ്റ്. അതുപോലെ നിങ്ങൾ 6 മാസം നിങ്ങൾ അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയും ചിന്തിക്കാം. അപ്പം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂഷ്വൽ റെസിഡൻ്റ്. അപ്പം NPRനകത്ത് സിറ്റിസൺ എന്നല്ല പറയുന്നത്, ഒരു സ്ഥലത്ത് യൂഷ്വൽ റെസിഡൻ്റ് ആയ, ഇന്ത്യയിൽ യൂഷ്വൽ റെസിഡൻ്റ് ആയ ഒരു ലിസ്റ്റാണ് NPR തയ്യാറാക്കുന്നത്. NRCയുടെ ഒബ്ജക്റ്റീവ് എന്താ? ടു ഡോക്യുമെൻറ്റ് ഓൾ ലീഗൽ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ സോ ദാറ്റ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ഡിപ്പോർട്ടഡ്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്. NRCയുടെ ഉദ്ദേശം എന്താണ്? സിറ്റിസൺസ് ആരാണെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുക, ഇല്ലീഗൽസ് ആരാണെന്ന് തിരിച്ചറിയുക, എന്നിട്ട് ഇല്ലീഗൽസിനെ എടുത്ത് പുറത്തെറിയുക, ഡിപ്പോർട്ട് ചെയ്യുക. ഇതാണ് NRCയുടെ ശരിക്കുള്ള ഉദ്ദേശം. NPRൻ്റെ ഉദ്ദേശം എന്താ? ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ കോംപ്രഹെൻസീവ് ഡേറ്റാ ബേസ് ഓഫ് ഓൾ റെസിഡൻസ് ഇൻ ദ കൺട്രി, കമ്പൾസറി ഫോർ എവരി റെസിഡൻറ്റ് ടു രജിസ്റ്റർ. അപ്പോൾ ഇന്ത്യയിൽ യൂഷ്വൽ റെസിഡൻ്റ് ആയി താമസിക്കുന്നവരുടെ ലിസ്റ്റാണ്. അപ്പോൾ യൂഷ്വൽ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇന്ത്യൻ സിറ്റിസൺസും വരും,
നോൺ സിറ്റിസൺസും വരും. പക്ഷേ NRCക്കകത്ത് സിറ്റിസൺസിൻ്റെ മാത്രം ഡീറ്റെയിൽസേ ഉള്ളൂ. NPRനകത്ത് സിറ്റിസൺസ് ആവാം, നോൺ സിറ്റിസൺ ആവാം. ഇനി ഹിസ്റ്ററി നോക്കണം, ഇതുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്, 1951 സെൻസസിനോടൊപ്പം ഒരു NRC നടത്തിയിട്ടുണ്ട്. ഈ NRC നമ്മളിപ്പോൾ കാണുന്ന NRC തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം 1951 ആസാമിൽ നടന്ന NRC ഇറ്റ് ഈസ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് 1948 സെൻസസ് ആക്ട്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 1951 നടന്ന NRC 1948 സെൻസസ് ആക്ട് അനുസരിച്ചാണ് നടക്കുന്നത്. ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞ് 2013-14 കോടതിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഒരു NRC നടക്കുന്നു. ഈ NRC എവിടെ മാത്രമാണ്? ഒള്ളി ആസാം. 2013-14 കോടതിയുടെ ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് NRCയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒള്ളി ഇൻ ആസാം. ഇതേത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് അണ്ടർ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ആൻഡ് അസാം അക്കോർഡ് ഓഫ് 1985. ഓക്കെ, അതുപോലെ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ ആൻഡ് സിറ്റിസൺസ് ഇഷ്യൂ ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് റൂൾസ് ഓഫ് 2003. അപ്പം 2013-14 ആസാമിൽ മാത്രം നടന്ന NRC, അവിടെ സ്റ്റാർട്ട് ചെയ്ത NRC, അതിൻ്റെ റിസൾട്ട് ഈയിടയ്ക്കാണ് വന്നത്. ഇത് ഏതൊക്കെ ആക്ടിൻ്റെ ബേസിസിലാണ്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955, അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് റൂൾസ് 2003. ഏത് ആക്ടിന് വേണ്ടിയാണ്? അസാം അക്കോർഡിന് വേണ്ടി, അസാം അക്കോർഡിൻ്റെ പ്രൊവിഷൻസിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം 51 നടന്ന NRC ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സെൻസസ് ആക്ട്. ഓക്കെ, ഇപ്പം ആസാമിൽ നടന്ന കറണ്ട് NRC ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955, സിറ്റിസൺഷിപ്പ് റൂൾസ് ഓഫ് 2003. രണ്ടിൻ്റെയും ലീഗൽ ബാക്കിംഗ് രണ്ടാണ്. ഇനി NPR നോക്കിയാൽ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി പ്രിപ്പയർഡ് അറ്റ് ഓൾ വില്ലേജ്, സബ് ടൗൺ, സബ് നാഷണൽ ലെവൽ അണ്ടർ CA 1955 സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ ഓഫ് ആൻഡ് ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ്സ് റൂൾസ്. അപ്പം NPRൻ്റെ ലീഗൽ ബാക്കിങ്ങും ഇപ്പം നടക്കുന്ന NRCയുടെ ലീഗൽ ബാക്കിങ്ങും സെയിം ആണ്. എന്താണ്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955, സിറ്റിസൺഷിപ്പ് റൂൾസ് ഓഫ് 2003. അപ്പോൾ ഇപ്പം അസാമിൽ നടന്ന NRCയുടെയും NPRൻ്റെയും ലീഗൽ ബാക്കിംഗ് ഒന്ന് തന്നെയാണ്. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955, സിറ്റിസൺഷിപ്പ് റൂൾസ് ഓഫ് 2003. പണ്ട് ആദ്യം ആസാമിൽ നടന്ന 1951 നടന്ന NRC ഈ ആക്ടുകൾ പ്രകാരമല്ല, അത് സെപ്പറേറ്റ് ആണ്. ഓക്കെ, NPRൻ്റെ ഡേറ്റ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് കളക്ട് ചെയ്യുന്നത്. എല്ലാ 10 വർഷത്തിലും ഇത് നടത്താൻ താല്പര്യപ്പെടുന്നു. NPR ആദ്യം കളക്ട് ചെയ്തത് 2010 ബിഫോർ 2011 സെൻസസ്. ലാസ്റ്റ് അപ്ഡേറ്റ് 2015 ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി NRCയുടെ റിക്വയർമെൻറ്റ്സ് എന്താ? ഇറ്റ് ഹാസ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ ഓൾ ഇന്ത്യൻസ് ഹു ക്വാളിഫൈ ആസ് ഇന്ത്യൻ സിറ്റിസൺ. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ആണ് NRCയിലുള്ളത്. ഓക്കെ, NRCയിലുള്ളത്. ഓക്കെ, ഇറ്റ് വിൽ ഒൺലി കണ്ടെയ്ൻ ഡീറ്റെയിൽസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്. ഞാൻ നേരത്തെയും പറഞ്ഞു. അപ്പോൾ NRCയിൽ എന്താ ഉള്ളത്? ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ. ഇനി NPR എന്താ? NPR പ്രത്യേക ഡോക്യുമെൻറ്റ്സ് ഒന്നും നിങ്ങൾ സമർപ്പിക്കണമെന്നില്ല, സെൽഫ് ഡിക്ലറേഷൻ മതിയാവും. ഇതും പ്രിലിംസ് വരാം. അപ്പോൾ NPRന് സെൽഫ് ഡിക്ലറേഷൻ മാത്രം മതി. ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇനഫ് ഫോർ എനി ഡേറ്റ എൻട്രി ഇൻ ദ പോപ്പുലേഷൻ രജിസ്റ്റർ. ദ ഡേറ്റാബേസ് ഇൻക്ലൂഡ്സ് ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ഇൻഫർമേഷൻ. ശ്രദ്ധിക്കുക, NRCയിൽ ബയോമെട്രിക് ഇൻഫർമേഷൻ ഇല്ല, NPRൽ ബയോമെട്രിക് ഇൻഫർമേഷൻ ഉണ്ട്. ഇതിനകത്ത് സിറ്റിസൺസിൻ്റെയും ഡേറ്റ കാണും, നോൺ സിറ്റിസണിൻ്റെയും ഡേറ്റ കാണും. അപ്പോൾ NRCക്കകത്ത് സിറ്റിസണിൻ്റെ ഡേറ്റ മാത്രമേ ഉള്ളൂ, NPRനകത്ത് സിറ്റിസണിൻ്റെയും നോൺ സിറ്റിസണിൻ്റെയും ഡേറ്റയുണ്ട്. ഈ NPR ഫ്യൂച്ചറിൽ നമുക്ക് NRCക്ക് വേണ്ടി ഉപയോഗിക്കാം. കാരണം NPRൽ സിറ്റിസൺ എന്ന് രജിസ്റ്റർ ചെയ്ത ആൾക്കാരില്ലേ, ഞാൻ സിറ്റിസൺ ആണെന്ന് NPRൽ പറഞ്ഞവരോടെ അവരുടെ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യാൻ പറയാം. പ്രൂവ് ചെയ്തതിന് ശേഷം അവരെ NRCയിലേക്ക് ആഡ് ചെയ്യാം. ഇതാണ് ലിങ്ക്. ഇത് മെയിൻ സ്പെസിഫിക് ആണ്, ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. അതാണ് ചിലർക്ക് പ്രശ്നം. ഓക്കെ, ഇനി ഫോറിനൽ ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞ കറണ്ട് അഫെയർ ഉണ്ട്. ഫോറിനൽ ട്രിബ്യൂണൽസ് ഹാസ് നോ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ഓർഡർ. സുപ്രീം കോടതി പറഞ്ഞു ഫോറിനൽ ട്രിബ്യൂണൽസ് ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചാൽ അതിന് പിന്നെ സ്വന്തം ജഡ്ജ്മെൻറ്റ് റിവ്യൂ ചെയ്യാൻ അധികാരമില്ല. ഇതാണ് കറണ്ട് അഫെയർ. അപ്പം നമുക്ക് പെട്ടെന്ന് ഫോറിനേഴ്സ് ട്രിബ്യൂണൽസ് എന്താണെന്ന് നോക്കാം. ദേ ആർ ക്വാസൈ ജുഡീഷ്യൽ ബോഡീസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ഫോറിനേഴ്സ് ട്രിബ്യൂണൽസ് ഓർഡർ ഓഫ് 1964 വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഫോറിനേഴ്സ് ആക്ട് ഓഫ് 1946. അപ്പോൾ ഈ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽസ് ഏത് ആക്ട് അനുസരിച്ചാണ്? ഫോറിനേഴ്സ് ആക്ട് 1946 അനുസരിച്ചാണ് വന്നിരിക്കുന്നത്. ഇവരുടെ ജോലി എന്താ? ഒരു ഡൗട്ട്ഫുൾ ആയ സിറ്റിസൺ ഒരാളെ പിടിച്ചു, അയാൾ സിറ്റിസൺ ആണോ ഇല്ലയോ എന്നുള്ള ഡൗട്ടുണ്ട്. അപ്പോൾ അയാൾ സിറ്റിസൺ ആണോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ് ഈ ഫോറിൻ ട്രിബ്യൂണലിൻ്റെ ജോലി. ഓക്കെ, ഇനി ഈ ട്രൈബ്യൂണൽ ആസാമിൽ മാത്രമേ ഉള്ളതെന്നുള്ളത് പഠിക്കുക. ദീസ് ട്രൈബ്യൂണൽസ് ആർ ഓൺലി പ്രസൻറ്റ് ഇൻ ആസാം. വേറെ ഇന്ത്യയിൽ എവിടെയും ഈ ട്രൈബ്യൂണൽസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല.
ഓക്കെ, ആസ് അതർ സ്റ്റേറ്റ്സ് ഹാൻഡിൽ അലജ്ഡ് ഇല്ലീഗൽ മൈഗ്രൻസ് അണ്ടർ ഫോറിനേഴ്സ് ആക്ട് വിത്തൗട്ട് യൂസ് ഓഫ് ഫോറിൻ ട്രിബ്യൂണൽസ്. അപ്പോൾ ബാക്കി രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ബാക്കി സ്റ്റേറ്റുകളിൽ ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് ഫോറിനേഴ്സ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഫോറിനൽ ട്രൈബ്യൂണൽസ് എന്നുള്ള സംഭവം ഇവിടെ മാത്രമേ ഉള്ളൂ, അസാമിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ആക്ട് മാത്രമേ ഉള്ളൂ. അസാമിൽ ആക്റ്റും ഉണ്ട്, ആക്ട് അനുസരിച്ചുള്ള ബോഡിയും ഉണ്ട്. ക്ലിയർ ആക്കുക. ഇനി ഇതിനകത്ത് ആരാ ഉണ്ടാവുക? ഇറ്റ് ഈസ് ഹെഡഡ് ബൈ എ മെമ്പർ ഹൂസ് ടിപ്പിക്കലി എ ജഡ്ജ്, അഡ്വക്കേറ്റ് ഓർ സിവിൽ സർവൻറ്റ്. അപ്പം ഈ ഫോറിൻ ട്രൈബ്യൂണലിൻ്റെ ഹെഡ് ഒന്നുകിൽ ജഡ്ജ് ആവും, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആവും, സിവിൽ സർവൻ്റ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് എ പവർ ലൈക്ക് എ സിവിൽ കോർട്ട്. സിവിൽ കോർട്ടിനെ പോലുള്ള പവർ ഉണ്ട്. അവർക്ക് ആൾക്കാരെ വിളിച്ചു വരുത്താം. ദേ ക്യാൻ എക്സാമിൻ ദം അണ്ടർ ഓത്ത്, ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാം. ഇപ്പോൾ ഈ ഫോറിൻ ട്രിബ്യൂണൽസിൻ്റെ മെത്തഡോളജി ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി ഒരു റിപ്പോർട്ട് ഫോറിൻ ട്രിബ്യൂണലിന് കിട്ടിക്കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ ഫോറിൻ ട്രിബ്യൂണൽ ഈ വ്യക്തിക്ക് നോട്ടീസ് അയക്കണം. അപ്പോൾ ഫോറിൻ ട്രിബ്യൂണലിലേക്ക് ഒരു റിപ്പോർട്ട് വരികയാണ്. ഫോറിൻ ട്രിബ്യൂണൽ 10 ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിക്ക് എന്ത് അയക്കണം? ഇൻഡിവിജ്വലിന് നോട്ടീസ് അയക്കണം. ഈ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം? 10 ദിവസത്തിനുള്ളിൽ ഇൻഡിവിജ്വൽ ഈ നോട്ടീസിന് റെസ്പോണ്ട് ചെയ്യണം. അത് കഴിഞ്ഞൊരു 10 ദിവസത്തിനുള്ളിൽ എവിഡൻസ് പ്രൂവ് ചെയ്യണം, ഞാൻ ഇന്ത്യക്കാരൻ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഫോറിൻ ട്രിബ്യൂണൽ എന്ത് ചെയ്യും? ഒരു നോട്ടീസ് 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ സംശയമുള്ള വ്യക്തി കഴിയും. വ്യക്തി 10 ദിവസത്തിനുള്ളിൽ റെസ്പോണ്ട് ചെയ്യണം. അത് കഴിഞ്ഞൊരു 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കണം. ഡോക്യുമെൻറ്റ്സ് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഫോറിൻ ട്രിബ്യൂണൽ വിധിക്കും നിങ്ങൾ ഇന്ത്യക്കാരനാണ്. അല്ലെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും? ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് വിടും. അവിടുന്ന് നിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും. ഇതാണ് ഫോറിൻ ട്രിബ്യൂണലിൻ്റെ ജോലി. ഈ മൊത്തം പരിപാടിയും 60 ദിവസത്തിനുള്ളിൽ ഫോറിൻ ട്രിബ്യൂണൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഒരു റിപ്പോർട്ട് ഫോറിൻ ട്രിബ്യൂണലിൻ്റെ അടുത്തേക്ക് വരുന്നു. ഫോറിൻ ട്രിബ്യൂണൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നു. ഓക്കെ, 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങളുടെ എവിഡൻസ് കൊണ്ടുപോയി ട്രൈബ്യൂണലിനെ കാണിക്കണം. എവിഡൻസ് പോരെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് വിടും. അവിടുന്ന് നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. ഇതാണ് ഫോറിൻ ട്രിബ്യൂണലിൻ്റെ ജോലി. ഇതെല്ലാം കൂടെ 60 ദിവസത്തിനുള്ളിൽ റിസോൾവ് ചെയ്യുകയും വേണം. ഓക്കെ, ക്ലിയർ? ഫോറിൻ ട്രിബ്യൂണൽസ് ക്ലിയർ ആയല്ലോ. ഇനി റെഫ്യൂജീസിനെ പറ്റി ചെറിയൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിൽ ഒത്തിരി അധികം റെഫ്യൂജീസ് ഉണ്ട്. ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് റെഫ്യൂജീസ് ഉണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുണ്ട്, മ്യാൻമാറിൽ നിന്ന് റോഹിംഗ്യകൾ ഒത്തിരി അധികം വരുന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് ശ്രീലങ്കൻ തമിഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് എന്തില്ല? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെഫ്യൂജി ലോ ഇല്ല, ഓർത്തിരിക്കുക. പിന്നെ UN ഫേമസ് ആയിട്ടുള്ള UN റെഫ്യൂജി കൺവെൻഷൻ അത് നമ്മൾ സൈൻ ചെയ്തിട്ടില്ല 1951. സോ വി ആർ നോട്ട് സൈൻഡ് UN റെഫ്യൂജി കൺവെൻഷൻ. 1967 ഇതിൻ്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ഇതും നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. നമ്മളിപ്പോഴും ഫോറിനേഴ്സിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? മൈഗ്രേഷനെ, റെഫ്യൂജീസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഫോറിനേഴ്സ് ആക്ട് 1946 വഴിയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവണം. ഇന്ത്യക്ക് സ്പെസിഫിക് റെഫ്യൂജി ലോ ഇല്ല. നമ്മൾ UN കൺവെൻഷനും സൈൻ ചെയ്തിട്ടില്ല, പ്രോട്ടോകോളും സൈൻ ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഫോറിനേഴ്സ് ആക്ട് 1946 വഴിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫെയർ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെക്ഷനിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു. ഹോപ്പ് യു എൻജോയ്ഡ് ദ സെക്ഷൻ.